നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻഷുറൻസ് കോൺട്രാക്ട് അതർ ദാൻ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെയും ജനറൽ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഫിഡിലിറ്റി ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ, കാറ്റിൽ ഇൻഷുറൻസ് ഒക്കെ. അപ്പോൾ ഫയർ ഇൻഷുറൻസ് എന്താണ്? ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് ഫയർ കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്നതിനെയാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. It is a contract between insurer and insured where an insurance company, after receiving a specified premium, assure the insured to compensate the loss that happened due to fire. Fire കാരണം ഏതെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് ഒരു ഇൻഡെമിനിറ്റി കോൺട്രാക്ട് ആണ്. പീരീഡ് ഓഫ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ആ ഓരോ 1 year കഴിയുമ്പോൾ ഇത് റിന്യൂ ചെയ്ത് പോകും. ഫയർ ഇൻഷുറൻസിൽ the insurable interest must be present both at the time of affecting policy and at the time of loss. Principles of utmost good faith and causa proxima are applicable to fire insurance. ഫയർ ഇൻഷുറൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തും അതുപോലെ കോസ് ഓഫ് പ്രോക്സിമ, നിയറസ്റ്റ് റീസൺ, ഇത് രണ്ടും ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഇൻഷുറൻസ് ആണ് ജനറൽ ഇൻഷുറൻസിൽ വരുന്നതാണ് മറൈൻ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ് എന്താണെന്ന് അറിയാലോ? Marine insurance is a contract by which the insurer agrees to indemnify the insured or loss causes pearls of sea. കടൽ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഷിപ്പ് അറ്റാക്ക് ചെയ്യപ്പെടുക, ഷിപ്പിൽ ഫയർ ഉണ്ടാവുക, പൈറസി, കൊളിഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് മറൈൻ ഇൻഷുറൻസിൽ വരുന്നത്. മറൈൻ ഇൻഷുറൻസ് ഇപ്പോൾ ഷിപ്പിന്, കാർഗോയ്ക്ക്, ഫ്രൈറ്റിനൊക്കെ മറൈൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. മറൈൻ ഇൻഷുറബിൾ എഗൈൻസ്റ്റ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ലോസ്. ടൈം ഓഫ് ലോസിന്റെ സമയത്തായിരിക്കും മറൈൻ ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്യുക. മറൈൻ പോളിസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എടുക്കുന്ന പോളിസിയാണ്, അല്ലെങ്കിൽ വോയേജ് പോളിസി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ടൈം പോളിസി, വോയേജ് പോളിസി, മിക്സഡ് പോളിസി എന്നൊക്കെ. ഇതും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ഈ മറൈൻ ഇൻഷുറൻസിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്: കാർഗോ, ഹൾ, ഫ്രൈറ്റ്. കാർഗോ ഇൻഷുറൻസ് പറഞ്ഞാൽ കാർഗോ ഐറ്റംസ് കവർ ചെയ്യപ്പെടുന്ന പേഴ്സണൽ ബിലോങ്സ് ഓഫ് ക്രൂ, അത് കവർ ചെയ്യപ്പെടുന്നതാണ് കാർഗോ ഇൻഷുറൻസ്. ഹൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസലിനകത്തുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കവർ ചെയ്യപ്പെടുന്നതാണ്. ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ലോസ് ഓഫ് ഫ്രൈറ്റ്, ഫ്രൈറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്കിനെയാണ്, അതിനകത്തുള്ള ചരക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത് ഫ്രൈറ്റ് ഇൻഷുറൻസ്. നെക്സ്റ്റ് പറയുന്നത് ഫിഡിലിറ്റി ഇൻഷുറൻസ് ആണ്. ഫിഡിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ഈസ് ടേക്കൺ ബൈ ആൻ എംപ്ലോയർ ഓഫ് ദ ബിസിനസ് ടു കവർ റിസ്ക് അറൈസിംഗ് ഔട്ട് ഓഫ് ഫ്രോഡ് ആൻഡ് ഡിസോണസ്റ്റി ഓഫ് ഹിസ് എംപ്ലോയീസ്. ഒരു ബിസിനസ്സിലെ തൊഴിലുടമ തന്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സത്യസന്ധത ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന അപകട സാധ്യതകൾ ഒഴിവാക്കാനാണ് ഫിഡിലിറ്റി ഇൻഷുറൻസ് എടുക്കുന്നത്. ജീവനക്കാർ എപ്പോഴും പണവും സാധനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ബാങ്ക്, ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പം നഷ്ടം സംഭവിച്ചാൽ തൊഴിലുടമയ്ക്ക് ഇൻഷുറൻസ് തുക എത്രയാണോ അതുവരെയുള്ള നഷ്ടപരിഹാരം അവകാശപ്പെടാം. പിന്നെയുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിന്റെ അണ്ടറിൽ വരുമ്പോൾ അണ്ടർ ദിസ് ഇൻഷുറൻസ് വെഹിക്കിൾ ഓൺ റോഡ്, ഇപ്പം കാർ, ബസ്, ട്രക്സ്, ഇതൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. അതാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. അപ്പം ഇങ്ങനെയുള്ള ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസിന് എന്തെങ്കിലും ലോസോ ഡാമേജോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആക്ച്വൽ ലോസ് കവർ ചെയ്യും. പിന്നുള്ളതാണ് കാറ്റിൽ ഇൻഷുറൻസ്. ഈ വെഹിക്കിൾ ഇൻഷുറൻസിന് യൂഷ്വലി 1 year ആണ് ഇൻഷുറൻസിന്റെ കാലാവധി. പിന്നെ കാറ്റിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കോൺട്രാക്ട് ലൈക്ക് കാറ്റിൽസിന്, ബുൾസ്, കൗസ്, ബഫല്ലോ, ഇതിന്റെ ഡെത്തിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും. അത് ഫാമേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറേജ് മെഡിക്കൽ, സർജിക്കൽ എക്സ്പെൻസസിനൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് റീഇംബേഴ്സ് ചെയ്യാനാണ്. ഇപ്പം നമുക്കിപ്പം നല്ല എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ അവർക്ക് മിക്ക കമ്പനികളും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പല ടൈപ്പ് ഓഫ് കവറേജ് കൊടുക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷന്റെ ഫീസിന്റെ കവറേജ് കൊടുക്കും, ഡോക്ടേഴ്സിന്റെ ഫീസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ, മെന്റൽ ഇന്നബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അഗൈൻസ്റ്റ് ഇൻഷുർഡ് കൊടുക്കാറുണ്ട്. പിന്നെ നഴ്സിംഗ് ഹോം എക്സ്പെൻസസ് ലൈക്ക് സീനിയർ സിറ്റിസൺസിനൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നത്. പിന്നെ പറഞ്ഞാൽ ബർഗ്ലറി ഇൻഷുറൻസ്. ബർഗ്ലറി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഷണം, ഏതെങ്കിലും തരത്തിലുള്ള തെഫ്റ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മോഷണ ശ്രമത്തിനെതിരായിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പ്രകാരം മോഷണം അല്ലെങ്കിൽ കവർച്ച മൂലമുള്ള ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതായിരിക്കും. പിന്നെ ക്രോപ്പ് ഇൻഷുറൻസ്, അതറിയാമല്ലോ. ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്
അങ്ങനെയുള്ള ഇവന്റിന് ക്രോപ്പ് ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് എംപ്ലോയീസിന്റെ ആക്സിഡന്റ് ഇൻഷുറൻസ്. ഇപ്പോൾ ആക്സിഡന്റ് എന്തെങ്കിലും എംപ്ലോയീസിന് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ ലയബിൾ ആണ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. അത് ഹൈ റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് വരുന്ന ഏരിയസിലാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് നല്ല ആ റിസ്ക് ഷെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ജസ്റ്റ് എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, 3 പ്രധാനപ്പെട്ട ജനറൽ ഇൻഷുറൻസ് ആണ്. അതിനുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ ഹ്യൂമൻ ലൈഫാണ് ഇൻഷുർ ചെയ്യുന്നത്. ഫയർ ഇൻഷുറൻസിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. മറൈനുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പ്, കാർഗോ, ഫ്രൈറ്റ് എന്നിവയായിരിക്കും. പിന്നെ എന്ത് കോൺട്രാക്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ആണ്. ബാക്കി രണ്ടെണ്ണം ഫയറും മറൈനും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ലൈഫ് ഇൻഷുറൻസിന്റെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ പോളിസി സംഭവിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റിംഗ് ദ പോളിസിനെ എഫക്ട് ചെയ്യുന്നത്. ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ലോസ്. എപ്പോഴാണോ നഷ്ടം സംഭവിക്കുന്നത് അപ്പോഴാണ് അത് കൊടുക്കുന്നത്. പിന്നെ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ നമുക്ക് എത്രത്തോളമാണ് നഷ്ടം സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഫയർ ഇൻഷുറൻസിന്റെ കേസിൽ നമുക്ക് ലോസ് മെഷർ ചെയ്യാൻ പറ്റും. മറൈൻ ഇൻഷുറൻസിന്റെ കേസിലും ലോസ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ലോങ് പീരീഡിലാണ് കവറേജ് വരുന്നത്. ബാക്കി രണ്ടെണ്ണത്തിന്റെ കേസിലും യൂഷ്വലി ഒരു ഇയറിലായിട്ടായിരിക്കും. സറണ്ടർ ചെയ്യേണ്ടത് നമുക്ക് ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ പോസിബിൾ ആണ്, ബാക്കി രണ്ടിന്റെ കേസിലും പോസിബിൾ അല്ല. ഇവന്റ് ഹാപ്പൻ ചെയ്യുമെന്നുള്ളത് ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ നമുക്ക് ഉറപ്പാണ്. മറ്റ് രണ്ടിന്റെ കേസിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല, വേണേൽ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നും ഇല്ല, ഇൻഷുറൻസ് പോളിസി ഇത്ര എമൗണ്ട് ആണെന്നുള്ളത്. ബാക്കി രണ്ടിന്റെ കേസിലും അതിന്റെ സബ്ജക്ട് മാറ്റർ എത്രയാണോ ആ വാല്യൂവിൽ കൂടുതൽ കൂടാൻ പാടില്ല. മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, ഷിപ്പിന്റെ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൽ സേവിങ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എക്സിസ്റ്റഡ് ആവാം. ബാക്കി രണ്ട് കാര്യത്തിലും സേവിങ്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്ന പ്രശ്നമേ ഇല്ല. ഇനി അടുത്ത ടേമാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ ഇൻഷുറൻസ്? സെയിം പ്രോപ്പർട്ടി രണ്ടോ അതിലധികമോ തവണ ഇൻഷുർ ചെയ്യപ്പെടും, സെയിം റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് ചെയ്യപ്പെടുന്നതിനാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ബട്ട് ദ ഇൻഷുർഡ് കാൻ റിക്കവർ മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഹിസ് ആക്ച്വൽ ലോസ് ബിക്കോസ് ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. യൂഷ്വലി ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര രൂപയാണോ നഷ്ടം സംഭവിച്ചത് അതിൽ കൂടുതൽ ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാനായിട്ടും പറ്റത്തില്ല. പക്ഷേ സെയിം പ്രോപ്പർട്ടി സെയിം റിസ്കിൽ ഒന്നോ അതിലധികമോ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതിനാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Mr. A insures house ₹50,000 with X company for ₹25,000 with Y company. 50,000 രൂപയ്ക്ക് എക്സ് കമ്പനിയുടെ അടുത്തും 25,000 രൂപ എടുത്ത് വൈ കമ്പനിയുടെ അടുത്തും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ആക്ച്വൽ വാല്യൂ നഷ്ടമുണ്ടായത് 50,000 രൂപയാണ്. അപ്പോൾ എക്ക് ലോസ്, ആക്ച്വൽ വാല്യൂ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് 50,000 രൂപയും എക്ക് നഷ്ടമുണ്ടായത് 25,000 രൂപയും ആണെങ്കിൽ 25,000 രൂപ മാത്രമേ എക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. A contract of life insurance is not a contract of indemnity and therefore the above mentioned rule of double insurance is not applicable to life insurance. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ നമുക്ക് 2 പ്രാവശ്യം എടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഡബിൾ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് പോളിസികൾ അയാൾക്കുള്ള ലൈഫിൽ എടുക്കാം, പക്ഷെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരു തവണയേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Reinsurance is a contract of insurance entered by the insurer with another insurer. നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ഇൻഷുറൻസ് എടുത്തു, ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി വേറൊരു സ്ഥലത്ത് ഒന്നും കൂടി ഇൻഷുറൻസ് എടുക്കുന്നതിനെയാണ് റീ ഇൻഷുർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇൻഷുറർ വിത്ത് അനദർ ഇൻഷുറർ ഒന്നും കൂടെ അവരെന്ത് ചെയ്യാണ്, ഒറിജിനൽ റിസ്ക് കവർ ചെയ്യാനായിട്ട് ഒരു തവണ കൂടെ ഇൻഷുറൻസ് റിസ്ക് എടുക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി ബിക്കംസ് ദ ഇൻഷുർഡ് ആൻഡ് ഹിസ് ലയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഫോർ ദ എമൗണ്ട് ഓഫ് റീ ഇൻഷുറൻസ്. റീ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, സപ്പോസ് മിസ്റ്റർ ജോസ് ഇൻഷുർഡ് ഹിസ് പ്രോപ്പർട്ടി വിത്ത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഫോർ ₹10 lakhs. 10 lakhsന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി അത് വീണ്ടും 5 ലക്ഷം രൂപയ്ക്ക് റീ ഇൻഷുർ ചെയ്തു മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയിട്ട്. റീ ഇൻഷുറൻസ് മേ ബി റിസോർട്ടഡ് ടു എനി ഫോളോയിങ് വേ: എഗ്രിമെന്റ് ടു റീ ഇൻഷുർ ഫോർ എ പർട്ടിക്കുലർ റിസ്ക്. This is known as facilitative reinsurance. Agreement to reinsure on a certain proportion. All risks beyond a specific limit. This is called a treaty reinsurance.
ഒരു പർട്ടിക്കുലർ റിസ്കിന് അഗൈൻസ്റ്റ് ആണ് റീഇൻഷുർ ചെയ്യണമെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റീവ് റീഇൻഷുറൻസ് എന്നും, സർട്ടൺ പ്രൊപ്പോർഷൻ ആണ് അവിടെ റീഇൻഷുർ ചെയ്യുന്നതെങ്കിൽ അതിനെ ട്രീറ്റി റീഇൻഷുറൻസ് എന്നും പറയുന്നു. ഇനി എന്തൊക്കെയാണ് ഇൻഷുറൻസ് കോൺട്രാക്ടിന്റെ ഫോംസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, രണ്ട് കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ ടേംസ് ആണ്, എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ഓഫ് കോൺട്രാക്ട് സീക്സ് ടു ഇൻഡെമിനിഫൈ ദ ഇൻഷുർഡ് അഗൈൻസ്റ്റ് റിസ്ക് വിച്ച് ഈസ് അൺസർട്ടൺ. അൺസർട്ടൺ ആയിട്ടുള്ള റിസ്ക് സംഭവിച്ചാൽ അവിടെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. അതിന്റെ റിസ്ക് മേ ഓർ മേ നോട്ട് ഹാപ്പൻ, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. The main object of this policy is to place the insured person as far as possible in same financial position in which was lost before. അതായത് നഷ്ടം സംഭവിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ വ്യക്തിയുടെ പൊസിഷൻ, നഷ്ടം സംഭവിച്ചതിന് ശേഷവും അതേ പൊസിഷനിൽ തന്നെ ആ വ്യക്തിയെ നിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. This type of contract is based on principles that insurance contract should not be used as a source of profit. All contract of insurance except life insurance are contract of indemnity. ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയ പോയിന്റ്സ് ആണ്. അതായത് ഇത്തരത്തിലുള്ള കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അല്ല എന്നുള്ളതാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒരു അഷുറൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് അഷുറൻസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് അഷ്യൂർസ് പേയ്മെന്റ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് ടു ദ ഇൻഷുർഡ് either on a fixed future date or the happening of the event whichever is later earlier. അതായത് രണ്ട് കാര്യങ്ങൾ, ഒരാളുടെ മരണത്തിന്റെ കാര്യം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഒരാൾ ഇന്ന സമയം 50 വയസ്സ് വരെ അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഒരു കാര്യം എടുത്തു, ഒന്നെങ്കിൽ ആ 70 വയസ്സാകുമ്പോൾ ഇത്ര പണം തിരിച്ചു കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ 70 വയസ്സിന് ശേഷം അദ്ദേഹം മരിച്ചാൽ അപ്പോൾ ആ പണം കിട്ടും. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത് ആദ്യം ലഭിക്കും. പേയ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ. ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇൻഷുറബിൾ ആൻഡ് അൺഇൻഷുറബിൾ റിസ്കിനെ കുറിച്ചാണ് നോക്കുന്നത്. എ റിസ്ക് അൺഇൻഷുറബിൾ when an insurance company cannot calculate the probability of risk. റിസ്കിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, കറക്റ്റായിട്ട് പ്രീമിയം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് റിസ്കുകളെയാണ് അൺഇൻഷുറബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ, കോമ്പറ്റീഷൻ, ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം എന്താണ്? അൺഇൻഷുറബിൾ ആയിട്ടുള്ള റിസ്കുകളാണ്. ഇഫ് ഇൻഷുറൻസ് കമ്പനി ഹാസ് എനഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു വർക്ക് ഔട്ട് പ്രോബബിലിറ്റി ഓഫ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറബിൾ റിസ്ക്കും ആണ്. ഫോർ എക്സാമ്പിൾ ഫയർ ഇൻഷുറൻസ്, ഫിഡിലിറ്റി ഇൻഷുറൻസ്, റിസ്ക് അഗൈൻസ്റ്റ് ആക്സിഡൻസ്, ഇവയൊക്കെ. അപ്പോൾ അൺഇൻഷുറബിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതും ഇൻഷുറബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിസ്കിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷുർ ചെയ്യാൻ പറ്റുന്നത്, നോൺ ഇൻഷുർ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് നോൺ ഇൻഷുർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ചേഞ്ചിന് ഉണ്ടാകുന്ന ഫാഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇന്നോവേഷൻസ് കൊണ്ടുണ്ടാകുന്ന, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഇൻവെൻഷൻസ്, ഗവൺമെന്റ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, കോമ്പറ്റീഷനിൽ ഉണ്ടാകുന്ന ലോസ്, ഇതൊക്കെ കാരണം നോൺ ഇൻഷുറബിൾ റിസ്ക് എന്നാണ് പറയുന്നത്. ഇൻഷുറബിൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിൽ ഉണ്ടാകുന്ന ലോസ്, ഫ്ലഡിൽ ഉണ്ടാകുന്ന ലോസ്, സ്റ്റോംസിൽ കാരണം ഉണ്ടാകുന്ന ലോസ്, തെഫ്റ്റ് കാരണം ഉണ്ടാകുന്ന ലോസ്, അതേപോലെ ഫിഡിലിറ്റി ഇൻഷുറൻസ്, ഇതൊക്കെ ഇൻഷുറബിൾ ആയിട്ടുള്ള റിസ്കുകളുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോടുള്ള മൂവ്മെന്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മീൻസ് മൂവ്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ട്രാൻസ്പോർട്ടേഷൻ എന്താണ് റിമൂവ് ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ റിമൂവ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം by making possible the physical movement of materials and goods from one place to another. പ്രൊഡക്ഷന്റെ സ്ഥലത്ത് നിന്ന് എവിടെയാണോ കൺസംഷൻ അവിടേക്ക് വരെയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ ഹിൻഡ്രൻസ് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒഴിവാക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ്. ഇത് എപ്പോഴും പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി ടു ഗുഡ്സ് ആണ്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ മെൻ ആൻഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലാണെങ്കിലും നാഷണൽ ലെവലുള്ള ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു.
ഇത് ഏറ്റവും കൂടുതൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനും, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് പല സ്ഥലത്ത് ഒരേപോലെ കൊണ്ടുവന്ന് ഈക്വലൈസ് ചെയ്ത് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ലാർജ് സ്കെയിലിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്ഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ട്രേഡ് സെന്റേഴ്സിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ പുതിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കണ്ടെത്താനും പുതിയ ലൊക്കേഷൻസ് കണ്ടെത്താനും സഹായിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ലേബറിന്റെ മൊബിലിറ്റി കൂട്ടുന്നു, അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നു. ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ റോഡ്, റെയില്, പൈപ്പ് ലൈൻ ത്രൂ ഉള്ള ട്രാൻസ്പോർട്ട്സ് ആണ് ലാൻഡ് ട്രാൻസ്പോർട്ട്സ്. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ലാർജ്ലി ഏറ്റവും കൂടുതൽ ഗുഡ്സ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന റോഡ് ട്രാൻസ്പോർട്ട് കൂടെയാണ്. റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിലും ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണെങ്കിലും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഡോർ ടു ഡോർ ഡെലിവറിക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് റോഡ് ട്രാൻസ്പോർട്ടാണ്. പിന്നെ രണ്ടാമത്തെയാണ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ട്രാൻസ്പോർട്ടാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് പോലും ട്രാവൽ ചെയ്യാനായിട്ട് ചീപ്പായിട്ടുള്ളതാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലോങ് ഡിസ്റ്റൻസിൽ സാധനങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നു. ഹെവിയാണ്, ഹെവി ആയിട്ടുള്ള ഐറ്റംസിന് ഹൈലി സ്യൂട്ടബിൾ ആണ്. എക്കണോമിക്കലും സേഫും മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണിയാണ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത്. റെയിൽവേ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ വൺ ഓഫ് ദി മേജർ റോള് വഹിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ എന്ന് പറഞ്ഞാലും സണ്ണ്, വിൻഡ്, റെയിൻ ഇതിനൊക്കെ എതിരെ ഗുഡ്സിന് പ്രൊട്ടക്ഷൻ തരുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഡോർ ടു ഡോർ സർവീസ് പോസിബിൾ അല്ല റെയിൽ ട്രാൻസ്പോർട്ടിൽ. ഇത് ലെസ് അട്രാക്റ്റീവ് ആണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ, പക്ഷെ ലോങ് ഡിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് റെയിൽ ട്രാൻസ്പോർട്ടാണ്. പിന്നെ ഉള്ളതാണ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്. പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് ലിക്വിഡ് ആയിട്ട് ഗ്യാസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പൈപ്പ് ലൈൻ ത്രൂ ആണ്. പെട്രോളിയം ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് പെട്രോളിയം പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ കൊച്ചിൻ പോർട്ടിൽ കൊച്ചിൻ റിഫൈനറിയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പൈപ്പ് ലൈൻ ത്രൂ ആണ്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഏറ്റവും ചീപ്പറും കമ്പയറിലി ഏറ്റവും ചീപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ കേരളത്തിലാണെങ്കിൽ വാട്ടർ മെട്രോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹൈലി ഹെവി ആയിട്ടുള്ള ബൾക്ക് ആയിട്ടുള്ള ഗുഡ്സ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വാട്ടർ മെട്രോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഷിപ്പ് യൂസ് ചെയ്ത് ഹെവി ആയിട്ട് ബൾക്ക് ആയിട്ടുള്ള ഗുഡ്സ് ഫോറിൻ ട്രേഡിന് ഉപയോഗിക്കുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ത്രൂ ആണ്. ഇപ്പോൾ കോസ്റ്റ് സീലൊക്കെ. അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഇൻലാൻഡും ഓഷ്യനും. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൽസും റിവേഴ്സും ലേക്സും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ത്രൂ ഉള്ള ട്രാൻസ്പോർട്ടാണ്. ഇപ്പോൾ മോട്ടോർ ബോട്ട്സുകൾ, കൺട്രി ബോട്ട്സുകൾ ഇങ്ങനെയുള്ള ത്രൂ നടത്തുന്നതാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇത്തിരി സ്ലോ ആണ് പ്ലേസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ, പക്ഷേ റിവേഴ്സും കനാൽസും വഴി നാവിഗബിൾ ആണ് ഇത്തരത്തിലുള്ള ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓഷ്യൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ്സ് ആൻഡ് വലിയ കാരിയേജ് ഓഫ് ഗുഡ്സ് പാസഞ്ചേഴ്സ് ഓഷ്യനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ഇന്റർനാഷണൽ ട്രേഡ്. അതിനാണ് ഓഷ്യൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടൊക്കെ വെച്ച് ഓഷ്യൻ ട്രാൻസ്പോർട്ടും എക്കണോമിക്കലാണ്, സ്ലോ മൂവിങ് ആണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽസ്, ഹെവി മെഷീനറി, കണ്ടെയ്നേഴ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓഷ്യൻ ട്രാൻസ്പോർട്ടിൽ കൂടിയാണ്. പിന്നെ എയർ ട്രാൻസ്പോർട്ട് നമുക്കറിയാം കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ്, ഗുഡ്സ് ഹാവിംഗ് ലെസ് വോളിയം ബട്ട് ഹൈ വാല്യൂ. ഹൈ വാല്യൂസ് ഉള്ള ഐറ്റംസ് ഒക്കെ എയർ ട്രാൻസ്പോർട്ട് ത്രൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പെരിഷബിൾ ആയിട്ടുള്ള ലൈറ്റ് പ്രോഡക്ട്സുകൾ, അതേപോലെ തന്നെ ഹൈ വാല്യൂ, ലോങ് ഡിസ്റ്റൻസിൽ ഹൈ വാല്യൂ ഓവർ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ യൂസ് ആയിട്ടുള്ളത്. എയർ ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലിയസ്റ്റ് ട്രാൻസ്പോർട്ട് ആണ്, റിസ്ക് ആണ്. കുറച്ച് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒത്തിരി ബൾക്കി ആയിട്ടുള്ള ഹെവി ഗുഡ്സിന് കുറച്ച് റിസ്ക് ആണ്. ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടേമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇൻഫർമേഷൻസും ഐഡിയാസും ഫീലിംഗ്സും പ്രോപ്പറായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്യാരി ഓൺ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്. ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ്റെ നീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് കോർഡിനേഷൻ നടത്താനും ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ് ആയിട്ട് നടത്താനും കമ്മ്യൂണിക്കേഷൻ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ടേമാണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പൊതുവേ ഉള്ളത്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷനും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനും. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്കുള്ളിൽ കമ്പനി മെയിൽ സർവീസുകൾ, മെസ്സഞ്ചർ സർവീസുകൾ, ഇന്റേണൽ ആയിട്ടുള്ള ടെലിഫോൺ നെറ്റ്വർക്ക്, ഇന്റർകോം കണക്ഷൻസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ
കണക്ഷൻസ് ഒക്കെയാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ പോസ്റ്റൽ സർവീസുകൾ, ടെലഗ്രാംസ്, പബ്ലിക് ആയിട്ടുള്ള ടെലിഫോൺ സിസ്റ്റം, ഇമെയിൽ, ഇതൊക്കെ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ളതാണ് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ. പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പോപ്പുലർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ലെറ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ മണി ട്രാൻസ്ഫർ ചെയ്യാനും വാല്യൂ പേയബിൾ പോസ്റ്റിനൊക്കെ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സുകളുണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ്സുകൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോർ ദാൻ 1,50,000 പോസ്റ്റ് ഓഫീസുകൾ വർക്കിംഗ് ആണ്. അവർ ഒരു ഡെയിലി ഒത്തിരി 1,000 എബോവ് ആയിട്ടുള്ള മെയിൽസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒത്തിരി ഫംഗ്ഷൻസ് നടത്തുന്നുണ്ട്. മെയിൽ സർവീസസ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ലെറ്റേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ഓൺ ചെയ്യുന്നു. പാഴ്സൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതേപോലെ ഫിനാൻഷ്യൽ സർവീസസ്, പോസ്റ്റ് ഓഫീസ് ത്രൂ റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, സേവിങ്സ് ഡെപ്പോസിറ്റ്സ്, മണി ഓർഡർ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീംസും നാഷണൽ സർവീസ് സർട്ടിഫിക്കറ്റും VPP ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കാറുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒത്തിരി അലൈഡ് ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. ഗ്രീറ്റിംഗ് പോസ്റ്റുകൾ കൊടുക്കാറുണ്ട്, ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കേഷൻസിൽ കൊടുക്കാറുണ്ട്. മീഡിയ പോസ്റ്റ്, അതായത് കോർപ്പറേറ്റ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ബ്രാൻഡ്സുകൾ കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ രജിസ്റ്റേർഡ് പോസ്റ്റുകൾ, രജിസ്റ്റേർഡ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് പോകേണ്ട പോസ്റ്റുകൾ മെയിൽ അതിനൊരു അഷുറൻസ് കൊടുക്കാറുണ്ട്. റിസീവർക്ക് അത് കറക്റ്റായിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ അത് അഷുറൻസ് കൊടുക്കാറുണ്ട് പോസ്റ്റ് ഓഫീസ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ അത് സേഫ്റ്റി അഷ്വർ ചെയ്യുന്ന മാത്രമല്ല റൈറ്റ് പേഴ്സണിൽ അത് എത്തി എന്നുള്ളത് സൈൻ വാങ്ങിച്ചാണ് നമ്മൾ അഫിക്സ് ചെയ്ത ഓരോ അഡീഷണൽ പോസ്റ്റേജിലും ചെയ്യുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റുകളുണ്ട്. ഒരു സമയത്തിനുള്ളിൽ അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺട്രിയിലും അല്ല അക്രോസ് ദ വേൾഡ് സ്പീഡ് പോസ്റ്റ് നടത്താറുണ്ട്. പാഴ്സൽ സർവീസ് ആണ് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ പോസ്റ്റ് ഓഫീസ് നടത്തുന്ന സർവീസാണ് സ്പീഡ് പോസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫേഴ്സ്, വെസ്റ്റേൺ യൂണിയൻ ഫിനാൻഷ്യൽ സർവീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റൽ സർവീസുകൾ ഓവർ 195 കൺട്രീസിൽ ഇന്ത്യ കൂടെ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പിന്നെ പാസ്പോർട്ട് ഫെസിലിറ്റീസ്, പോസ്റ്റ് ഓഫീസ് എപ്പോഴാണ് പാസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ പ്രോസസ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ്. പിന്നെ ബില്ല് കളക്ഷൻ നടത്താറുണ്ട്. പോസ്റ്റ് ഓഫീസ് ബിൽ പേയ്മെന്റ്സ് BSNLന്റെ എയർടെലിന്റെ ഒക്കെ ബില്ല് കളക്ഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് ടെലികോം സർവീസസ്. വേൾഡ് ക്ലാസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ദ കീ to a rapid economic and social development of the country. We all know that. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വേൾഡ് ഡെവലപ്മെന്റിലോട്ട് പോകത്തില്ല. ടെലികോം സർവീസസും പലതരത്തിലുണ്ട്. സെല്ലുലാർ, മൊബൈൽ, ഫിക്സഡ് ലൈന്, റേഡിയോ പേജിംഗ് സർവീസസ് ഒക്കെ ഉണ്ട്. സെല്ലുലാർ മൊബൈൽ സർവീസസ് എന്ന് പറഞ്ഞാൽ these are all types of mobile telecom services including voice, non-voice messages, data services, PCO സർവീസസ് ഒക്കെ കൊടുക്കാൻ. ഫിക്സഡ് ലൈൻ ടെലികോം സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ലൈൻ ടെലികമ്മ്യൂണിക്കേഷൻ 125 years ഓൾഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടെലിഫോണിക് ലൈൻ ആണ്, വിച്ച് ഈസ് ട്രാവൽ ത്രൂ എ മെറ്റൽ വയർ ഓർ ഒപ്റ്റിക്കൽ ഫൈബർ പാർട്ട് ഓഫ് നാഷണൽ ടെലിഫോണിക് നെറ്റ്വർക്ക്. ഒരു വയർ ത്രൂ ആണ് ഫിക്സഡ് ലൈൻ ടെലികോം സർവീസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബ്രോഡ്ബാൻഡ് സർവീസസ് എന്നൊക്കെ നമ്മൾ പറയും. റേഡിയോ പേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജർ ഈസ് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ആൻഡ് ഡിസ്പ്ലേ ന്യൂമറിക് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജസ്. ഒരു വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് അത്. അതിനകത്ത് ടെക്സ്റ്റ് മെസ്സേജസും അനൗൺസ്മെന്റ്സും ഒക്കെ റിസീവ് ചെയ്ത് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റേഡിയോ പേജിംഗ് സർവീസസ് എന്ന് പറയുന്നത്. One-way pages can only receive messages while response pages can also acknowledge reply. കണ്ടോ, one-way pager ആണെങ്കിൽ അവർക്ക് റിസീവ് ചെയ്യാനേ പറ്റൂ. റെസ്പോൺസ് പേജസ് ആണെങ്കിൽ അവർ അത് അക്നോളജ് ചെയ്ത് റിപ്ലൈയും കൂടെ കൊടുക്കും. പിന്നെ VSAT സർവീസസ് ഉണ്ട്. VSAT എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ അപ്പാച്ചർ ടെർമിനൽ. ഇതൊരു സാറ്റലൈറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. It offer business and government agencies highly flexible and reliable communication solutions for both rural and urban areas. റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഗവൺമെന്റ് ഏജൻസീസ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് സർവീസ് ആണ് VSAT സർവീസ് എന്ന് പറയുന്നത്. ഇതൊരു വൺ ഓഫ് ദി ഇന്നോവേറ്റീവ് ആപ്ലിക്കേഷൻ ആണ്. ടെലി മെഡിസിൻ, ന്യൂസ് പേപ്പർ ഓൺലൈൻ, മാർക്കറ്റ് റീച്ച് അറിയാൻ, ടെലി എഡ്യൂക്കേഷൻസ് ചെയ്യാനായിട്ടൊക്കെ റിമോട്ട് ഏരിയസിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് VSAT സർവീസസ്. ഉള്ളതാണ് DTH സർവീസ്. DTH എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഹോം. ഇതൊരു സാറ്റലൈറ്റ് മീഡിയ ബേസ്ഡ് സർവീസ് ആണ് സെല്ലുലാർ കമ്പനീസ് നടത്തുന്ന. വൺ ക്യാൻ റിസീവ് മീഡിയ സർവീസ് ഡയറക്ട്ലി ത്രൂ എ സാറ്റലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്മോൾ ഡിഷ് ആന്റിന ആൻഡ് സെറ്റപ്പ് ബോക്സ്. ഒരു ആന്റിനയും സെറ്റപ്പ് ബോക്സും ഉണ്ടെങ്കിൽ മീഡിയ DTH സർവീസസ് നമുക്കറിയാലോ, നമ്മൾ ഡിഷ് വെച്ചിട്ട് TV ഒക്കെ കാണത്തില്ലേ, അത് DTH സർവീസസ് ആണ്. പിന്നെയുള്ള നെക്സ്റ്റ് ടേം ആണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് എന്താണ്? ഗുഡ്സ്
പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറി സേവ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെയും കൺസംഷൻ്റെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെയർ ഹൗസിങ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി എന്തൊക്കെയാണ് വെയർ ഹൗസിങ്ങിന്റെ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റോറേജ് ഫെസിലിറ്റി, സ്റ്റോക്ക് ഫില്ലിംഗ് ആൻഡ് പൈലിംഗ് എന്ന് പറയും. അതായത് ബേസിക് ഫംഗ്ഷൻ, ഒരു വെയർ ഹൗസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ പ്രൊട്ടക്ഷൻ കൊടുക്കുക ഗുഡ്സിന്. ഏതെങ്കിലും തരത്തിലുള്ള തെഫ്റ്റിന്നോ ഡാമേജിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയിൽ നിന്നോ ഒക്കെ വെയർ ഹൗസിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പം റെയിന്, സണ്ണ്, മോയ്സ്ചർ, പെസ്റ്റ്, ഫയർ ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പോൾ എസ്പെഷ്യലി ഫോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ കെയർ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടത് ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അത്തരത്തിൽ ഗുഡ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഗുഡ്സിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഫംഗ്ഷൻ, വെയർ ഹൗസിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് പ്രൈസ് ഈക്വലൈസ് ആവുന്ന സമയത്ത് അത് എടുത്തുകൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് സെയിൽസ് നടത്താൻ പറ്റും. പിന്നെ ഫിനാൻസിങ്. വെയർ ഹൗസ് ഇഷ്യൂ റെസീറ്റ് ടു ദ പേഴ്സൺസ് ഹു കീപ് ഗുഡ്സ് ഇൻ വെയർ ഹൗസസ്. സോ വെയർ ഹൗസ് റെസീറ്റ് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അതുവഴി ആ കൊളാട്രൽ സെക്യൂരിറ്റി വെച്ച് നമുക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കാനായിട്ടും പറ്റും. പിന്നെ ഫെസിലിറ്റേറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ടൈം യൂട്ടിലിറ്റി അനുസരിച്ച് നമുക്ക് ആ ഓരോതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ഷൻ ഡിമാൻഡ് അനുസരിച്ച് കൊടുത്താൽ മതി. വെയർ ഹൗസിന്റെ ആബ്സെൻസിലാണെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. റിസ്ക് ബെയറിംഗ്. റിസ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് ഡാമേജ് ആവാനോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോർ ചെയ്യാൻ പറ്റാതായിരുന്നെങ്കിൽ അതിന്റെ റിസ്ക് നമുക്ക് ഇത്തരത്തിലുള്ള വെയർ ഹൗസിംഗ് കൊണ്ട് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ദ ബൾക്ക്. ഗുഡ്സ് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ വെയർ ഹൗസ് ഇൻ ബൾക്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ടു മാർക്കറ്റബിൾ ലോഡ്സ്. നമുക്ക് മാർക്കറ്റബിൾ ആവശ്യമായിട്ടുള്ള സമയത്ത് ബ്രേക്ക് ചെയ്ത് ഓരോ വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ കൊട നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മഴയുള്ള റെയിനി സീസൺസിലാണ് കൊട കൂടുതലും വിറ്റ് പോകുന്നത്. ഇപ്പം നമ്മൾ അത് എന്നും പറഞ്ഞ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കത്തില്ല. മഴയുള്ള സമയത്ത് ഓടിപ്പോയി പ്രൊഡ്യൂസ് ചെയ്ത് ഓടിപ്പോയി അത് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് മുമ്പേ അവർ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഗ്രേഡിങ്, ബ്രാൻഡിങ്, പാക്കേജിങ് ഇതൊക്കെ വെയർ ഹൗസിൽ വെച്ചാണ് ചെയ്യുന്നത്. പിന്നുള്ളതാണ് കൺസോളിഡേഷൻ. ദിസ് ഫംഗ്ഷൻ വെയർ ഹൗസ് സർവീസസ് റിസീവ്സ് and consolidate goods from different production plants and dispatches the same to a particular customer on a single transport. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് പ്രോപ്പറായിട്ട് ഗ്രേഡിങ്ങും പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഒരു സിംഗിൾ ട്രാൻസ്പോർട്ടിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് വിടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് പലതരത്തിലുണ്ട്. ഒന്ന് പ്രൈവറ്റ് വെയർ ഹൗസസ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബിസിനസ് കൺസേൺസ്, ഹോൾസെയിലേഴ്സ് ഓൺ ചെയ്യുന്ന വെയർ ഹൗസുകളാണ് പ്രൈവറ്റ് വെയർ ഹൗസ്. ഹെവി കൺസ്ട്രക്ഷനും ഹെവി ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നവരാണ് പ്രൈവറ്റ് വെയർ ഹൗസ് ക്യാരി ഓൺ ചെയ്യുന്നത്. പിന്നെ പബ്ലിക് വെയർ ഹൗസസ്, അത് ഡ്യൂട്ടി പെയ്ഡ് വെയർ ഹൗസസ് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് ഓൺ ബൈ പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. രണ്ടുപേരും ഓൺ ചെയ്യുന്നതാണ് പബ്ലിക് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇത് ലാർജ് സൈസ്ഡ് ട്രേഡേഴ്സും ഫാമേഴ്സും എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും ഗവൺമെന്റ് ഏജൻസിയും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് ആണ് ഇത്തരത്തിലുള്ള പബ്ലിക് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. വൺസ് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വെയർ ഹൗസ് റെസീപ്റ്റ് ഇഷ്യൂ ചെയ്യും ആ ഗുഡ്സിന്റെ ഓണർക്ക്. അവർക്ക് അതിന്റെ ചാർജസ് അവർ പിടിക്കും. പോർട്ട് ട്രസ്റ്റുകൾ, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻസുകൾ ഇതൊക്കെ ഇത്തരത്തിൽ ചാർജ് പിടിച്ച് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നവയാണ്. പിന്നെ ഗവൺമെന്റൽ വെയർ ഹൗസുകളുണ്ട്. ഇത്തരത്തിലുള്ള വെയർ ഹൗസുകൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ബോഡീസും നേരിട്ടായിരിക്കും. പിന്നെ ഉള്ളത് ബോണ്ടഡ് വെയർ ഹൗസുകളാണ്. ഈ വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, പേയ്മെന്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ബിഫോർ ഇമ്പോർട്ട് ഡ്യൂട്ടി പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ബോണ്ടഡ് വെയർ ഹൗസ്. These warehouses are owned by dock authorities or private individuals. Such warehouses work under strict supervision and control of customs authorities. Bonded warehouses offer many advantages to the importers. ഇറക്കുമതി ചെയ്യപ്പെട്ട വസ്തുക്കൾ ഇറക്കുമതി തീരുവ കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ബോണ്ടഡ് വെയർ ഹൗസ്. അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. ഇത് കസ്റ്റംസ് അതോറിറ്റി ഭയങ്കരമായിട്ടും സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ കൊടുക്കുന്ന തരത്തിൽ വെയർ ഹൗസസ് ആയിരിക്കും ബോണ്ടഡ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് കോപ്പറേറ്റീവ് വെയർ ഹൗസസ്. കോപ്പറേറ്റീവ് വെയർ ഹൗസസിൽ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്സ് ആയിരിക്കും. കുറച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഒരുമിച്ച് ചേർന്ന് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് വെയർ ഹൗസ് പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ കോപ്പറേറ്റീവ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്.